തേർഡ് ഐ ആക്ടിവേഷൻ. തേർഡ് ഐ ആക്ടിവേഷൻ എന്ന് പറഞ്ഞ് കേരളത്തിൽ പലരും നല്ല ഒരു മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നടത്തി. ഓക്കെ, അപ്പോൾ ഈ തേർഡ് ഐ ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നലെ എന്താണ് മനസ്സിലായി? തേർഡ് ഐ ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ തേർഡ് ഐ ആർക്കുണ്ട്? ശിവനുക്കുണ്ട്. ശിവനാണ് തേർഡ് ഐ. ആ തേർഡ് ഐയിൽ എന്തോന്ന് രണ്ടെണ്ണം ഉണ്ട്. തേർഡ് ഐക്ക് രണ്ട് ക്വാളിറ്റി ഉണ്ട്. ഒന്ന് ജ്ഞാന. അത് കാരണം വെച്ചാൽ ഇറ്റ് ഈസ് കാൾഡ് ഇന്നർ ഐ. അതായത് ഇത് സ്ഥൂല ഐസാണ്, ഫിസിക്കൽ ഐസാണ്. നിങ്ങൾ വന്ന് പുറത്ത് കാഴ്ച കാണും. ജ്ഞാനേന്ദ്രിയം എന്ന് പറയുന്നത് സ്ഥൂല ഐ എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള ഐ. അത് ഇന്നർ ഐ എന്ന് പറയുന്നതാണ് തേർഡ് ഐ. കാരണം വെച്ചാൽ ഇത് അകത്ത് ഇരിക്കുന്നത്. ഇന്നർ എവിടെ? തലയുടെ മിഡ് ബ്രെയിനിലിരിക്കുന്നത്. അപ്പോൾ ഈ ഐ വന്ന് മിസ്റ്റിക് ഐ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ സീ വിതൗട്ട് ഫിസിക്കൽ ഐസ്. അതാണ് മിസ്റ്റിക്. ഇറ്റ് ക്യാൻ സീ വിതൗട്ട് ഫിസിക്കൽ ഐസ്. അതാണ് ഇത്. ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് മൈസൂരിൽ നടക്കുന്നത് കാണാൻ ഒക്കും, ഇവിടെ ഇരുന്നിട്ട് അമേരിക്കയിൽ നടക്കുന്നത് കാണാൻ ഒക്കും. അപ്പോൾ ഇത് വന്ന് മറ്റുള്ളവർ കേൾക്കാൻ ദൂതായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ പഴയ കാലത്തേ ഉണ്ട്. അതാണ് നിങ്ങൾ പറയുന്നതല്ലേ, മഹാഭാരത് സഞ്ജയൻ വന്ന് പറയുന്നുണ്ടല്ലോ, യുദ്ധകളത്ത് നടക്കുന്നത് നോക്കിയല്ലേ പറയുന്നത്. അപ്പോൾ അത് മെയിൻ ആണ്. അതിൻ്റെ പേര് സ്പിരിച്വൽ സയൻസിൽ അതൊക്കെ ഇന്ത്യയിൽ പറ്റി അപ്പോഴേ കിടന്ന്. ഇപ്പോൾ ഇവർക്ക് അമേരിക്കക്കാർക്ക് അതൊക്കെ ഇപ്പോൾ അവിടെയൊക്കെ വെളിനാട്ടിലൊക്കെ ഇത്ര കപ്പാസിറ്റി ഉള്ളത് ആരും വന്നില്ല. പക്ഷേ ഇപ്പോൾ വന്ന് അവർ സയൻസ് മുതലായിട്ട് എന്തോന്ന് CCTV ക്യാമറ ഫിക്സ് ചെയ്താൽ മതിയല്ലോ. കുരുക്ഷേത്രത്തിൽ CCTV ക്യാമറ ഫിക്സ് ചെയ്താൽ എല്ലാം ഡയറക്റ്റാണ് കാണാം. അതും അങ്ങേര് കാണാറില്ല, കണ്ണ് കണ്ടുകൂടാ. സോ ഇത് വന്ന് സയൻസ്, അത് വന്ന് ഇന്ത്യൻ സ്പിരിച്വൽ സയൻസാണ്. തേർഡ് ഐ യു ക്യാൻ സീ വിതൗട്ട് യൂസിങ് ഫിസിക്കൽ ഐസ് ലിമിറ്റഡ് ആണ് അവിടെ ഒരു. പക്ഷേ ഇത് വന്ന് ഡിസ്റ്റൻറ്റ് വിഷൻ. ഞാൻ കൊടുത്ത ട്രെയിനിങ്ങിൽ 1-2 പേർക്ക് ഡിസ്റ്റൻറ്റ് വിഷൻ കിട്ടി. ഓൺ ദി സ്പോട്ട് ക്ലാസ്സിൽ വെച്ച് തന്നെ കിട്ടി. അതിൻ്റെ ചില വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ എന്തെന്ന് വെച്ചാൽ ഡിസ്റ്റൻറ്റ് സൈഡ് വീക്കാൻ അതിനൊരു ഡിസ്റ്റൻറ്റ് ഹിയർ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇതിൻ്റെ പേര് സിദ്ധികൾ എന്ന് പറഞ്ഞാൽ ഇത് വന്ന് യോഗയുടെ റിയലൈസേഷൻ കൊണ്ട് കിട്ടുന്നതാണ്. പെട്ടെന്ന് ഇത് യോഗയുടെ റിയലൈസേഷൻ കൊണ്ട് കിട്ടുന്നത്. അപ്പോൾ യോഗയിലുള്ള റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ, അപ്പോൾ ഈ തേർഡ് ഐ ആക്ടിവേഷൻ ഈസ് എന്ന് പറയുന്നത് ശിവയോഗയിലുള്ള ഒരു പോർഷനാണ്. ശിവയോഗ ടെക്നിക്കിലാണ് തേർഡ് ഐ വരുന്നത്. ഇത് മറ്റേ പതഞ്ജലി യോഗയിലും മറ്റേ യോഗയിലും ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. തേർഡ് ഐ ശിവയോഗയിലുള്ളതാണ്. അപ്പോൾ ശിവയോഗയിൽ എന്തിന് ഉള്ള ഒരു പാർട്ടെന്ന് പറയുന്നത്, ഇത് ഇപ്പം നിങ്ങൾക്ക് ആധാരം 6 ആധാരത്തിൽ മൂലാധാരം കണക്റ്റഡ് ടു നോസ്, സ്വാധിഷ്ഠാനം കണക്റ്റഡ് ടു ടങ്, മണിപൂരക കണക്റ്റഡ് ടു ഫിസിക്കൽ ലൈഫ്, അനാഗത കണക്റ്റഡ് ടു സ്കിൻ, വിശുദ്ധി കണക്റ്റഡ് ടു ഇയേഴ്സ്. പക്ഷേ ഇത് ഒന്ന് ആജ്ഞയിൽ കണക്റ്റഡ് ആണ്. ഈ തേർഡ് ഐ എന്ന് പറയുന്ന പീനിയൽ ഗ്ലാൻഡ് ആജ്ഞയിലാണ് കണക്ട്. അപ്പോൾ ഇത് വന്ന് ഇറ്റ് ഈസ് എ സിക്സ്ത് സെൻസ്. എന്തോന്ന്? സിക്സ്ത് സെൻസ്. താളമുള്ള 5 5 സെൻസസ്. എന്തോന്ന്? താളമുള്ള 5 5 സെൻസസ്. ഇത് 6ാമത് ആധാരത്തിൽ കണക്റ്റായിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ പേര് സിക്സ്ത് സെൻസ്. അപ്പോൾ എവിടെ കണക്റ്റായിരിക്കുന്നത്? ആജ്ഞയിൽ. വാട്ട് ഈസ് ആജ്ഞ? ആജ്ഞ ഈസ് ദി ടോട്ടൽ ഓഫ് ദി ബിലോ 5 ആധാരാസ്. ആജ്ഞ ഈസ് ദി ടോട്ടൽ ഓഫ് ബിലോ 5 ആധാരാസ്. മൂലാധാരം, വിശുദ്ധി. ഈ ടോട്ടൽ ഇത് കണക്ഷനും പീനിയൽ ഗ്ലാൻഡിൽ കണക്റ്റ് ആയിരിക്കുകയാണ്. ആജ്ഞ ഈസ് കണക്റ്റഡ് എബോവ് ടു പീനിയൽ ഗ്ലാൻഡ്, ബിലോ ടു ലോയർ ആധാരാസ്, എബോവ് ടു പീനിയൽ ഗ്ലാൻഡ്. അപ്പോൾ ഇത് ഒരു ജംഗ്ഷൻ ബോക്സാണ്. ഈ ജംഗ്ഷൻ ബോക്സിൽ ദശവായുവും ദശനാഡിയും കണക്റ്റ് ആയിരിക്കുന്നു. ഇതിനെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് അകത്തോട്ട് പോയാലാണ് നിങ്ങൾക്ക് ഒന്ന് തേർഡ് ഐ ഓപ്പൺ ആകും. തേർഡ് ഐ ഈസ് ഒരു രാജാവ് മാതിരി, കൊട്ടാരത്തിൻ്റെ അകത്തിരിക്കുന്ന രാജാവ്. കൊട്ടാരത്തിൻ്റെ വാതിലൊക്കെ തുറന്ന് അവിടെ പോയാൽ ലാസ്റ്റ് തന്നെ രാജാവ് കാണാൻ പറ്റും. ഇതേമാതിരി
ആജ്ഞ ഓപ്പൺ ചെയ്യണം. അത് ഓപ്പൺ ചെയ്താണ് ഒരു 5-6 കളറുള്ള മനസ് ചക്രം എന്നുള്ള ഒരു ഗേറ്റ് ഇരിക്കുകയാണ്. അതേയും ഓപ്പൺ ചെയ്യണം. മനസ് ചക്രത്തിൻ്റെ ഓപ്പൺ ചെയ്തിട്ട് അകത്ത് പോയ തലയിൽ കറക്റ്റ് 3.5 ഇഞ്ച് ഇൻറ്റീരിയറിലാണ് ഇരിക്കുന്നത് ഈ പീനിയൽ ഗ്ലാൻഡ്, മിസ്റ്റിക് ഗ്ലാൻഡ്. ഇതിൽ മിസ്റ്റിക് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇതിന് ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് തരുന്നു. വാട്ട് ഈസ് ഇൻഡ്യൂഷൻ അങ്ങനെ പറഞ്ഞാൽ, ഇൻഡ്യൂഷൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഡെഫിനിഷൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ നോളജ് റിസീവ്ഡ് ബിയോണ്ട് ദി 5 സെൻസസ്. Ordinary people get knowledge only through 5 senses. Ordinary people get knowledge only through 5 senses. യോഗികളും ജ്ഞാനികളും സിദ്ധர்களுം എന്തോന്ന് അവർക്കാണ് ഈ 6ാമത് അറിവ്, 6ാമത് വിഷൻ, ടോട്ടൽ ഇത് ഇൻഡ്യൂഷൻ വെച്ചാൽ നോളജ് പെർസീവ്ഡ് ബിയോണ്ട് ദി പെർസെപ്ഷൻ ഓഫ് ദി 5 സെൻസസ് കിട്ടുന്നത്. അപ്പോൾ ഇതിന് യോഗ പരീക്ഷകൾ വേണം, അല്ലെങ്കിൽ പൂർവ്വ കർമ്മ പുണ്യത്തിനാൽ അത് ഓപ്പൺ ആവും. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? മിഡ് ബ്രെയിനിലെ എനർജിയെ കൊണ്ടുപോകണം. മിഡ് ബ്രെയിനിലെ എനർജിയെ കൊണ്ടുപോകണം. മിഡ് ബ്രെയിനിലാണ് ഈ പീനിയൽ ഗ്ലാൻഡ്, അതിൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള ഹൈപ്പോതലാമസ്, അതിനോട് ലിങ്കായിരിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതോട് ലിങ്കായിട്ടുള്ള ഒരു ലിംബിക് പൂൾ, പ്ലഷർ സെൻറ്റർ, ഇങ്ങനെ 4 മിഡ് ബ്രെയിനിലുണ്ട്. ആ മിഡ് ബ്രെയിനിൽ എനർജിയെ കൊണ്ടുപോയാൽ ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണാവും, അടുത്തത് ലിംബിക് പൂൾ ആണാവും, അതിൻ്റെ ശേഷം ഹൈപ്പോതലാമസ് ആണാവും, ഫൈനലിയാണ് പീനിയൽ ഗ്ലാൻഡ് ആക്ടിവേറ്റ് ആവും. അപ്പോൾ അതിനുള്ള ഇത് ചില ടെക്നിക്സ് യൂസ് ചെയ്ത് മന്ത്രങ്ങൾ യൂസ് ചെയ്യണം, അതേമാതിരി ചില മുദ്രകൾ യൂസ് ചെയ്യണം. അതിന് ചില എനർജി ആധാരങ്ങളിലുള്ള എനർജി ഒന്നായിട്ട് അവിടെ പീനിയൽ ഗ്ലാൻഡിൽ കൊണ്ടുപോകണം. അപ്പോൾ ഒരു മൂലാധാരത്തിലുള്ള എനർജി ആദ്യം കൊണ്ടുപോകണം, സ്വാധിഷ്ഠാനത്തിലുള്ള എനർജി രണ്ടാമത്, ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പീനിയൽ ഗ്ലാൻഡ് വന്ന് ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഈ എന്തെന്ന് വെച്ചാൽ പീനിയൽ ഗ്ലാൻഡ് അകത്തോട്ടിരിക്കുന്ന ഇന്നർ ലൈറ്റാണ്. അപ്പോൾ ഇന്നർ ലൈറ്റാണെങ്കിൽ ഔട്ടറായിട്ട് പോകുന്ന ജ്ഞാനേന്ദ്രിയങ്ങളുടെ എനർജിയെ കൺട്രോൾ ചെയ്ത് ആ എനർജിയെ വലിച്ച് കൂട്ടി മുകളിൽ കൊണ്ടുപോയി പീനിയൽ ഗ്ലാൻഡിൽ കൊണ്ട് കണക്റ്റായാൽ മാത്രമേ ആ പീനിയൽ ഗ്ലാൻഡിൽ നിന്നുള്ള ജ്ഞാനദീപം പീനിയൽ ഗ്ലാൻഡിൽ നിന്നുള്ള ജ്ഞാനദീപം ആണാവും. ജ്ഞാനദീപമായി ആണാവുമ്പോൾ എന്ന് വെച്ചാൽ ദേ ക്യാൻ സീ വിത്തൗട്ട് സീയിങ്, ദേ ക്യാൻ ഹിയർ വിത്തൗട്ട് ഇയർ, ദേ ക്യാൻ സ്മെൽ വിത്തൗട്ട് നോസ്, മനസ്സിലായോ? ദേ ക്യാൻ ടേസ്റ്റ് വിത്തൗട്ട് ടങ്. അപ്പോൾ ഇത് പീനിയൽ ഗ്ലാൻഡിന് പൊയറ്റിക്കായിട്ടുള്ള എക്സ്പ്രഷൻ ശിവപീഠം അപ്പോൾ ശിവയോഗികൾക്ക് ശിവജ്ഞാനം കിട്ടിയവർക്കാണ് ഇത് ഓപ്പൺ ചെയ്യും. അതിനുള്ള എക്സസൈസാണ് ഇന്നലെ 2-3 ടെക്നിക്ക് നോക്കി. നൗ വി ആർ ഗോയിങ് ടു ദി സെക്കൻഡ് ടെക്നിക്ക്. അടുത്ത ടെക്നിക്കിലോട്ട് നമ്മൾ പോവുകയാണ്. പാർട്ട് 2 Day 2. ഓക്കെ.